Good morning. Okay. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ സോണിംഗ് ആയിരുന്നു അല്ലെ? സോണിംഗ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ? അതായത് നമ്മൾ OT സ്യൂട്ട് എങ്ങനെയായിരിക്കണം, ഓപ്പറേഷൻ റൂം എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത്? നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ അല്ലെ, അതിനെ കുറയ്ക്കുന്ന രീതിയിൽ, ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുന്ന രീതിയിൽ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്ലാൻ ചെയ്തതായിരിക്കണം ഓരോ ഓപ്പറേറ്റിംഗ് റൂമും സെറ്റ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അത് ഇൻഫെക്ഷന്റെ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇൻഫെക്ഷന്റെ ആ ഒരു ചാൻസ് അല്ലെ അത് കുറയ്ക്കുക, the risk of hospital infection അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പ്ലാൻ ചെയ്തതായിരിക്കണം OT സ്യൂട്ട് എന്ന് പറയുന്നത് അല്ലെ. ഇനി അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ജനറൽ പ്രിൻസിപ്പിൾ ആണ്. അതായത് ഓരോ ഓപ്പറേഷൻ റൂമിലും അല്ലെ അവിടെ നമ്മൾ എന്തൊക്കെയാണ് ഇൻഫെക്ഷന്റെ ആ ഒരു സാധ്യത, അത് ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. എന്താണ് പ്രീത? ഫെസിലിറ്റീസ് കഴിഞ്ഞില്ലേ? എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഓക്കെ, ഫെസിലിറ്റീസ് കഴിഞ്ഞില്ല അല്ലെ? 4th പോയിന്റ് ആണോ? ഓക്കെ, സോറി കേട്ടാ. ഫെസിലിറ്റി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഫെസിലിറ്റീസിൽ എത്ര പോയിന്റ് നമ്മൾ പറഞ്ഞു? 4th പോയിന്റ് അല്ലേ? 4th പോയിന്റ് അല്ലേ? ഓക്കെ. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അല്ലെ? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ അതായത് പറഞ്ഞത് ഫസ്റ്റത്തേൽ എന്താ, ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ആ റൂമിന്റെ സെന്ററിലായിരിക്കണം ഓപ്പറേഷൻ ആ ടേബിള്. അത് ആവശ്യത്തിന് ഉയർത്താനും താഴ്ത്താനും പിന്നെ ഏതെങ്കിലും ഡയറക്ഷനിലേക്കൊക്കെ ചെരിക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് ഓപ്പറേറ്റിംഗ് റൂം ലാമ്പാണ്. അവിടെ എങ്ങനെ വേണമെന്ന് പറഞ്ഞ, ലൈറ്റ് എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേ? ബ്രില്യൻ ലൂമിനേഷൻ, നല്ല ലൈറ്റ് വേണം അവിടെ, വേറെ ഷാഡോയൊന്നും ഉണ്ടാകാൻ പാടില്ല. അടുത്ത നോക്കിയേ, നെക്സ്റ്റ് പേഷ്യൻസിനെ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും? പല മോണിറ്റേഴ്സിലേക്ക് അല്ലെ, അവരുടെ വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള ആ മോണിറ്റേഴ്സിലേക്കൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നാലാമത്തെ വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ, അവിടെ വരെയാണ് അല്ലെ പറഞ്ഞത്. വെന്റിലേറ്റർ വേണം, ആ പേഷ്യന്റെ ഹെഡില് ആ തലഭാഗത്തായിട്ട് ഒരു വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ വെക്കണം. എന്തിനാ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഫുള്ളി ആ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും അല്ലെ, അപ്പൊ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് അവർ ഇതിന്റെ ആ വെന്റിലേറ്ററിന്റെ ഹെൽപ്പോട് കൂടിയാണ് ബ്രീത്തിങ് നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, 5ാമത്തെ പോയിന്റ് ആയിട്ട് ഇനി നമ്മൾ പറയുന്നത് നോക്കിയേ, germ-free instruments to be used during surgery അല്ലെ. സർജറി സമയത്ത് എങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഉപയോഗിക്കാം? ജെം ഫ്രീ അല്ലെ, എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് എല്ലാം ക്ലീൻ ആയിട്ടുള്ള, ജെംസ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ജെം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് വേണം നമ്മൾ സർജറി സമയത്ത് ഉപയോഗിക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ ഇൻഫെക്ഷൻ വരില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് ആ സർജറി സമയത്ത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെയായിരിക്കണം? ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, അണുവിമുക്തമായിരിക്കണം. Then a diathermy machine to control bleeding usually is present. അടുത്ത എന്താ പറഞ്ഞേ? ഡയാതെർമി മെഷീൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ, അത് ചോദിക്കാറുണ്ട്. ഒന്ന് പേജ് നമ്പർ പറഞ്ഞു കൊടുത്തേ ഐഷിക്ക്. 59 ട്ടോ. ഓക്കെ. A diathermy machine to control bleeding usually is present. അപ്പൊ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ആണ് ഡയാതെർമി മെഷീൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ.
which machine is used to control bleeding? ഏതാണ്? ഡയാതർമി മിഷൻ. ബ്ലീഡിങ് അപ്പൊ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ബ്ലീഡിംഗ് ഒക്കെ ആവാതെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിഷ്യനാണ് ഡയാതർമി മിഷൻ. അപ്പൊ അതും ഏതാണ്? നമ്മൾ ഓപ്പറേഷൻ റൂമില് ഫെസിലിറ്റികളിൽ വേണം. അടുത്ത നോക്കിയേ, if the surgery requires a heart lung machine or other specialized tool may be brought into the room. അടുത്തത് എന്ത് വേണമെന്നാ പറഞ്ഞോണേ? ഹാർട്ട് ലങ് മിഷൻ. എന്താ, നമുക്ക് ഈ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ, പ്രത്യേകിച്ച് ബൈപ്പാസ് സർജറി ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന് നമുക്ക് നോർമൽ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല, അല്ലെ? ഹാർട്ടിന് വർക്ക് ചെയ്യാൻ അങ്ങനെ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഫങ്ഷൻസ് പ്രവർത്തനം ചെയ്യാൻ സഹായിക്കുന്ന മിഷ്യനാണ് ഹാർട്ട് ലങ് മിഷൻ. ഹാർട്ടിനെയും ലങ്സിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഹാർട്ട് ലങ് മിഷൻ. അതാണ് അത് ആ ഒരു എന്താ ഓപ്പറേഷൻ റൂമില് അല്ലെങ്കിൽ ആ ഫെസിലിറ്റീസ് പറയുമ്പോൾ ഈ മിഷ്യന് കൂടി വേണം. എന്താ, നോർമൽ ആയിട്ട് ഹാർട്ടിന് വർക്ക് ചെയ്യാൻ പറ്റാത്തപ്പോൾ ആ ഹാർട്ടിന്റെ ഫങ്ഷൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഒക്കെ വർക്കിംഗ് അത് അവിടുത്തെ പ്രവർത്തനത്തെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിഷ്യനാണ് ഹാർട്ട് ലങ് മിഷൻ. പേജ് നമ്പർ 59. രേഷ്മ 59 ആട്ടോ. പല ഒന്ന് നോക്കി വെച്ചോട്ടോ. ഹാർട്ട് ലങ് മിഷൻ ആ പേരിൽ തന്നെ അറിയാം, ഹാർട്ടിന്റെയും ലങ്സിന്റെയും അതിന്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിഷൻ അത് വേണം. ഓർ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾ മേ ബി ബ്രോട്ട് ഇൻടു ദ റൂം. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസുകൾ ഇതെല്ലാം ഏതാണ് സർജറി സമയത്ത് ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസും ഓപ്പറേഷൻ തിയേറ്ററിൽ വേണം. Then next to okay, the operating room will likely be cold to reduce bacterial growth. Okay, operating room അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? വളരെ കോൾഡ്, ഒരു തണുത്ത ഒരു ഇതായിരിക്കണം, തണുത്ത ഒരു ടെമ്പറേച്ചർ ആയിരിക്കണം. എന്തിനു വേണ്ടി? ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. ബാക്ടീരിയയുടെ ഗ്രോത്ത് അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, റെഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ റൂമില് തണുത്ത ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യണം. അതാണ് AC-യുടെ ഒക്കെ കാര്യം പറഞ്ഞത്. അവിടെ ആ ടെമ്പറേച്ചർ എപ്പോഴും കോൾഡ് ആയിരിക്കണം. എന്തിനു വേണ്ടിയാ? ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. ആ പോയിന്റും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 4 പോയിന്റ്സ് പറഞ്ഞത്. ഏതാണ്? ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് സർജറി സമയത്ത് ഉപയോഗിക്കണം, ഡയാതെർമി മെഷീൻ വേണം, ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയാതെർമി മെഷീൻ വേണം, പിന്നെ സർജറി സമയത്ത് നമ്മൾ ഹാർട്ടിനെ ലങ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹാർട്ട് ലങ് മെഷീനും, പിന്നെ അതുപോലെ സ്പെഷ്യലൈസ്ഡ് ടൂൾസും നമ്മൾ ആവശ്യമാണെങ്കിൽ സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള ആ ടൂൾസും വേണം. പിന്നെ ഓപ്പറേറ്റിംഗ് റൂമില് നമ്മള് ടെമ്പറേച്ചർ വളരെ കൂൾ ആയിരിക്കണം, കോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. പോയിന്റ്സ് ക്ലിയർ അല്ലേ? 4 പോയിന്റും ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, ഇനിയാണ് സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ. സോണിംഗ് ആണ് കേട്ടോ, zoning the operation theatre. The OT suite is a potential source of hospital infection in general and wound infection in a particular. OT suite എന്ന് പറയുന്നത് റൂം ആണ് കേട്ടോ, എഴുതി വെച്ചവിടെ. സ്യൂട്ട് എന്ന് പറഞ്ഞാൽ റൂം തന്നെയാണ്, ഓപ്പറേഷൻ തിയേറ്റർ റൂം. അത് എന്തിനുള്ള സാധ്യതയുണ്ട്? ഇസ് എ സോഴ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ, അല്ലെ? അത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻ. അതാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ജനറൽ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാവുന്ന ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വൂണ്ട് ഇൻഫെക്ഷൻ, അല്ലെ? എന്തെങ്കിലും ഒരു വൂണ്ട്, മുറിവിൽ കൂടെ ഒക്കെ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുടെ ഉറവിടമാണ് OT സ്യൂട്ട് എന്ന് പറയുന്നത്. അല്ലെ? അവിടെ നമ്മൾ സർജറി ചെയ്യുക, അപ്പൊ സാധാരണ ഇൻഫെക്ഷൻ വന്നേക്കായി കുറച്ചും കൂടി, അല്ലെ, ആ മുറിവിൽ കൂടി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫെക്ഷന്റെയും അതുപോലെ വൂണ്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആട്ടോ. ആ സർജറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ആ മുറിവിൽ കൂടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതിനൊക്കെയുള്ള സാധ്യതയുടെ ഉറവിടമാണ്. അപ്പൊ അതുകൊണ്ട് OT സ്യൂട്ട് എങ്ങനെയായിരിക്കണം? ആ ഓപ്പറേഷൻ തിയേറ്റർ റൂം എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്? വിത്ത് ദ എയിം ഓഫ് റെഡ്യൂസിംഗ് ദ റിസ്ക് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ആ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്ലാൻ ചെയ്തതായിരിക്കണം ഓരോ ഓപ്പറേഷൻ റൂമും.
സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ ഏതാണ് നമ്മുടെ എയിം എന്താണ് അതിന്റെ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആ ഒരു അപകട സാധ്യത അതിന്റെ റിസ്ക് കുറയ്ക്കുന്ന രീതിയിൽ കുറയ്ക്കുക, അതാണ് എയിം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതായിരിക്കണം ഓരോ ഓപ്പറേഷൻ തിയേറ്ററും. ഉണ്ടോ? ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആസൂത്രണം ചെയ്തതായിരിക്കണം. അങ്ങനെ ആയിരിക്കണം ഓരോ ഓപ്പറേഷൻ റൂമും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. OT സ്യൂട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ റൂം തന്നെയാണ്. സ്യൂട്ട് എന്ന് പറഞ്ഞ റൂമാണ്. അവിടെ ജനറൽ ആയിട്ട് ഇൻഫെക്ഷൻ വരാനും സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനുമുള്ള സാധ്യതയുടെ ഉറവിടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം OT സ്യൂട്ട് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ആ ഹോസ്പിറ്റൽ ഇൻഫെക്ഷന്റെ ആ റിസ്ക് അത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആസൂത്രണം ചെയ്തതായിരിക്കണം ഓരോ ഓപ്പറേഷൻ റൂമും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് ഇവിടെ പറയുന്നത്, അതായത് നമ്മൾ പറഞ്ഞില്ല ഇൻഫെക്ഷന്റെ സാധ്യതയുടെ ഒരു ഉറവിടമാണെന്ന്. അപ്പൊ അങ്ങനെ ആ ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ജനറൽ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതും ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെയാണ് clean from dirty traffic. Flow within the OT suite should be kept apart as best as possible. കണ്ടോ? അപ്പൊ clean from dirty traffic എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആളുകളൊന്നും അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ആളുകളുടെ അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിന്റെ അങ്ങനെയൊക്കെ ഉള്ള ട്രാഫിക് നമ്മൾ മിനിമൈസ് ചെയ്യണം. അതായത് ആ ഒരു ഏരിയയിലേക്ക് ചുമ്മാ വെറുതെ ആളുകൾ പോകാതെ, അല്ലെങ്കിൽ ചുമ്മാ ഒരുപാട് ഇങ്ങനെ എന്താ ഒരു കൺജസ്റ്റഡ് ആവാതെ, അല്ലെങ്കിൽ വലിയൊരു ട്രാഫിക് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് അങ്ങനെ നമ്മൾ ആളുകളുടെയും അതുപോലെ തന്നെ ഫെസിലിറ്റീസ് ആ എക്യുപ്മെന്റ്സുകൾ അതികൾ കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്യണം. കേട്ടോ? Traffic flow within the OT suite should be kept apart as best as possible. സാധ്യമായ രീതിയിൽ നമ്മൾ അവിടെ മൂവ്മെന്റ്സ് ആളുകളുടെയോ അല്ലെങ്കിൽ ഇങ്ങനെ എക്യുപ്മെന്റ്സ് കൊണ്ടുപോകുന്നതോ അങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കണം? മികച്ച രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം. അത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് ആളുകളൊന്നും അങ്ങോട്ട് പാസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ആളുകൾ കൂടുന്നതിനനുസരിച്ച് വല്ല ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയില്ലേ? അപ്പൊ അതുകൊണ്ട് അവർക്കടെ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. Space in the suite have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanliness from entrance of OT suite to the operating room. ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും അവിടുത്തെ സ്പേസുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ആ ഒരു എൻട്രൻസ് ഇല്ലേ ഓപ്പറേഷൻ റൂമിന്റെ ആ തിയേറ്ററിന്റെ പ്രവേശന കവാടം, നമ്മൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്ന എൻട്രൻസ് മുതൽ ആ ഓപ്പറേഷൻ തിയേറ്റർ ആ റൂം വരെ ഉള്ള ആ ഏരിയ നമ്മുടെ കുറച്ച് സ്ഥലം ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒരു ക്ലീൻനെസിന്റെ പുരോഗതി ഉണ്ടായിരിക്കണം. അതായത് എല്ലാം ക്ലീൻ ഏരിയ തന്നെ ആയിരിക്കണം എന്ന് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ എൻട്രൻസ് മുതൽ നമ്മൾ ആ ഓപ്പറേഷൻ റൂം വരെ എങ്ങനെയായിരിക്കണം? ഒരു ക്ലീൻനെസിന്റെ ഒരു പുരോഗതി. അതായത് നമ്മൾ ക്ലീൻ ഏരിയകളായിരിക്കണം അവിടെ വേറെ ഇതൊന്നും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വേറെ മൈക്രോബ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാൻ പാടില്ല. അവിടെ എങ്ങനെയായിരിക്കണം? ആ എൻട്രൻസ് മുതൽ ഓപ്പറേഷൻ റൂം വരേക്കും എന്താ ശുചിത്വത്തിന്റെ ക്ലീൻനെസിന്റെ ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്ന തരത്തിൽ വേണം റൂമുകളിലുള്ള സ്പേസുകൾ ക്രമീകരിക്കാൻ. അതായത് നേരെ ഇപ്പൊ എൻട്രൻസിന് നേരെ ഓപ്പറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു ബെഡിലേക്ക് അല്ലെങ്കിൽ അങ്ങോട്ടേക്കാണ് നേരെ നമ്മൾ കയറണേ. കുറച്ച് ഏരിയ അവിടെ ഫ്രീ ആയിട്ടുണ്ടല്ലേ, പല സെക്ഷനുകളുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരെയായിരിക്കും എൻട്രൻസിൽ നിന്ന് കുറച്ചധികം ദൂരെയായിരിക്കും ആ ഓപ്പറേഷൻ റൂം എന്ന് പറയും, ഓപ്പറേഷൻ ചെയ്യുന്ന റൂം. അതുവരേക്കും എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? ഒരു ക്ലീൻനെസിന്റെ ഒരു പുരോഗതി ഉണ്ടായിരിക്കണം. അതായത് ആ റൂമിലേക്ക് ചെന്നതോറും എന്താ ക്ലീൻനെസ് കൂടി വരണം. മനസ്സിലാവണ്ടോ? നിങ്ങക്ക് പറയണേ.
ആ എൻട്രൻസ് മുതൽ ആ ഓപ്പറേഷൻ റൂം വരേക്കും ക്ലീൻനെസിന്റെ ഒരു പുരോഗതി ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ആ പറഞ്ഞേക്കുന്നത്. അതായത് ഒരുപാട് ആളുകളൊക്കെ ആ ഏരിയയിലേക്ക് പോകാതെ അതൊക്കെ നമ്മളൊന്ന് മിനിമൈസ് ചെയ്യണം എന്ന്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ചെയ്യുക, അതായത് നമുക്ക് അവിടുത്തെ ആ ഇൻഫെക്ഷന് സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ജനറൽ പ്രിൻസിപ്പിൾസ് ആ പറയുന്നത്. അപ്പൊ അധികം ആളുകളൊന്നും കൺജസ്റ്റഡ് ഒന്നും ആവാൻ പാടില്ല. ആളുകളുടെ ഈ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ മൂവ്മെന്റ്സും എന്ത് ചെയ്യണം, നമ്മള് മിനിമൈസ് ചെയ്യണം. അതുപോലെ എൻട്രൻസ് മുതൽ ഓപ്പറേഷൻ തിയേറ്റർ ആ റൂം വരേക്കും എന്തായിരിക്കണം, ക്ലീൻനെസിന്റെ ഒരു പുരോഗതി ഉണ്ടായിരിക്കണം. അതായത് എല്ലാ ഏരിയയും നല്ല ക്ലീൻ ആയിരിക്കണം. രണ്ടാമത്തെ നോക്കിയേ, സ്റ്റാഫ് who are working in the operation theatre department should be able to move from one clean area to another without having to pass through an unprotected area. ഇനി നോക്കിയേ, അവിടുത്തെ സ്റ്റാഫുകള് ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റില് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത്? ഒരു ക്ലീൻ ഏരിയയിൽ നിന്ന് അടുത്ത ക്ലീൻ ഏരിയയിലേക്ക് തന്നെയായിരിക്കണം. ഒരു ക്ലീൻ ഏരിയയിൽ നിന്ന് അവര് അടുത്ത ക്ലീൻ ഏരിയയിലേക്ക് തന്നെ ആയിരിക്കണം. അവിടെ വിത്തൗട്ട് ഹാവിംഗ് ടു പാസ് ത്രൂ അൺപ്രൊട്ടക്റ്റഡ് ഏരിയ, അതായത് സുരക്ഷിതമല്ലാത്ത ഏരിയ അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് പ്ലേസിലൂടെയൊക്കെ പാസ് ചെയ്തിട്ട് വീണ്ടും അങ്ങോട്ട് പോകരുത് അവര്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ആ സ്റ്റാഫുകൾ മൂവ് ചെയ്യണം വെച്ചാൽ അവർക്കൊക്കെ വല്ല ഇൻഫെക്ഷനോ എന്തെങ്കിലും അവരിലേക്ക് വന്ന ഓൾറെഡി ആ പേഷ്യന്റിലേക്ക് വരൂലേ, ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ. അത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, എന്നുവെച്ചാൽ വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളുടെ മൂവ്മെന്റ്സും എങ്ങനെയായിരിക്കണം, ക്ലീൻ ഏരിയയിൽ നിന്ന് അടുത്ത ക്ലീൻ ഏരിയയിലേക്ക് പോകുന്ന രീതിയിൽ തന്നെയായിരിക്കണം. അവർ അതിന്റെ ഇടയ്ക്ക് വേറെ അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് ഒന്നും പോകാൻ പാടില്ല. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? Without having to pass through unprotected area. Then, അടുത്ത നോക്കിയേ, solvent material and waste material. Waste have to be eliminated from the operating room. എന്താണ് ഫർസാനിക്ക് മനസ്സിലായില്ലല്ലോ? വേറൊന്നുമില്ല. രണ്ടാമത്തെ പോയിന്റില് അവിടുത്തെ സ്റ്റാഫുകളില്ലേ, അവര് പോകുമ്പോൾ ഒരു ക്ലീൻ ഏരിയയിൽ നിന്ന് അടുത്ത ക്ലീൻ ഏരിയയിലേക്ക് അങ്ങനെ പോകണം. അതായത് ഇടയ്ക്ക് വേറെ എല്ലായിടത്തായിട്ട് ഓടിപ്പോയിട്ട് വരാൻ പാടില്ല. അത് വേറെ അൺപ്രൊട്ടക്റ്റഡ്, അതായത് നമ്മൾ ക്ലീൻ അല്ലാത്ത ഒരു ഏരിയയിലേക്ക് അവർ പാസ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇപ്പൊ ക്ലിയർ ആയോ? നമ്മള് അതിന്റെ ഇടയ്ക്ക് വല്ല ചായ കുടിക്കാനോ അല്ലെങ്കിൽ വേറെ പുറത്തേക്കൊന്നും പോരുതെന്ന് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അവിടെ. Okay, yes. Then, അടുത്ത നോക്കിയേ, soiled material and waste material have to be eliminated from the operating room without passing through a clean area. കണ്ടോ? ഇനി അതിനകത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ സോയിൽഡ് ആയിട്ടുള്ള, സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, മലിനമായിട്ടുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ ഇല്ലേ, അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കളയുകയാണ് അല്ലെ. അത് കളയുമ്പോൾ എങ്ങനെയായിരിക്കണം, നമ്മൾ ആ ക്ലീൻ ഏരിയ കൂടെ കൊണ്ടുപോകരുത്. മനസ്സിലായോ? അത് നോക്കി അങ്ങനെ അത് നമ്മൾ അവിടുന്ന് കളയുമ്പോൾ, സോയിൽഡ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽ കളയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ ക്ലീൻ ഏരിയ കൂടെ കൊണ്ടുപോകരുത്. ഇപ്പൊ നമ്മൾ വീട്ടിൽ അടിച്ചൊക്കെ വാരുമ്പോൾ ഒരു റൂം നല്ല നീറ്റ് ആയിട്ട് അടിച്ചു വാരി അതിൽ കൂടെ നമ്മൾ വേസ്റ്റ് ഒക്കെ പറക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ വേസ്റ്റ് ഒക്കെ അവിടെ ചാടി വീണ്ടും അവിടെ മലിനമാകൂലേ അല്ലേ? ഇല്ലേ? അപ്പൊ നമ്മൾ അതെന്താ, അത് നമ്മള് എന്താ പറയാ, ആ ക്ലീൻ ഏരിയ കൂടെ ഒരിക്കലും വേസ്റ്റ് കൊണ്ടുപോകാൻ പാടില്ല. ക്ലീൻ ആക്കിയേക്കണ ഏരിയ, അപ്പൊ അവിടെ ഇൻഫെക്ഷന്റെ സാധ്യതയൊക്കെ വേണമെങ്കിൽ വരാം. അതിൽ കൂടെ വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ കൊണ്ടുപോകുമ്പോ ചിലപ്പോ എയറിൽ കൂടെയൊക്കെ വായും കൂടെയൊക്കെ ഇൻഫെക്ഷൻ അങ്ങോട്ട് വരാലോ. അപ്പൊ അതുകൊണ്ടാണ് ഒരിക്കലും ഈ വേസ്റ്റ് മെറ്റീരിയൽ നമ്മൾ കളയാനൊക്കെ, അല്ലെങ്കിൽ സോയിൽഡ് എന്ന് വെച്ചാൽ മലിനമായിട്ടുള്ള മെറ്റീരിയൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ വേസ്റ്റ് ആയിട്ടുള്ള കുറെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ തുണികളൊക്കെ ആവട്ടെ ഉപയോഗിച്ചത് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതെന്താ, നമ്മൾ ഈ ക്ലീൻ ഏരിയ കൂടെ കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, without passing through clean areas. Then, അടുത്ത നോക്കിയ നാലാമത്തെ പോയിന്റ്, OT ventilation should be free of air movements of the rest of the hospital. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ വെന്റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വെന്റിലേഷൻ നമ്മൾ എങ്ങനെയായിരിക്കണം, ഹോസ്പിറ്റലിലെ മറ്റുള്ള റൂമുകളിലേക്കുള്ള, ആ ഹോസ്പിറ്റലിലെ മറ്റു സ്ഥലങ്ങളിലേക്കുള്ള ഒരു വെന്റിലേഷൻ പോലെ ആയിരിക്കരുത് ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള വെന്റിലേഷൻ. എവിടെ നിന്ന് പറഞ്ഞാൽ നോക്കിയേ, hence the direction of air
flow. Air flow വായു എവിടെ നിന്ന് വന്ന within the OT suite should be from clean to less clean area. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വെന്റിലേഷന്റെ നമ്മള് എന്താ പറയാ എയർ ഫ്ലോയിന്റെ ഡയറക്ഷൻ എപ്പോഴും ക്ലീനറിൽ നിന്ന് ലെസ് ക്ലീനർ ഏരിയയിലേക്ക് ആയിരിക്കണം, ആ രീതിയിലായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള എയർ ഫ്ലോ, എയർ വന്നത് എവിടെ നിന്നായിരിക്കണം? എവിടെ നിന്നായിരിക്കണം വരേണ്ടത്? എവിടെ നിന്ന് വേണം ആ എയർ ഫ്ലോ വരേണ്ടി? എവിടെ നിന്ന് വേണം വരാനായിട്ട്? ക്ലീൻ ഏരിയ എന്ന് വന്നോ അല്ലെങ്കിൽ വെരി ഗുഡ്, ക്ലീൻ ഏരിയ അല്ലെ? ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള വായു ആയിരിക്കണം, ആ എയർ ഫ്ലോ ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരേണ്ടത്. ഇപ്പൊ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള എയർ ഫ്ലോ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ ക്ലീൻ അല്ലാത്ത ഏരിയയിൽ നിന്നുള്ള വെന്റിലേഷൻ ആണ് ഇങ്ങോട്ട് വന്നത്. എയർ ഫ്ലോ വന്നെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റെറൈൽ ഏരിയ ആണ്, അങ്ങോട്ടേക്ക് ആ ഇൻഫെക്ഷൻ ഒക്കെ വരൂലേ? ആ എയറിൽ കൂടെ അതിന്റെ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് നമ്മള് വെന്റിലേഷൻ എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ മറ്റുള്ള ഏരിയയിലേക്ക് വരുന്ന വെന്റിലേഷൻ പോലെ ആയിരിക്കരുത്. എയർ ഫ്ലോ എപ്പോഴും എങ്ങനെയായിരിക്കണം? ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയ, അങ്ങനെ ആയിരിക്കണം വെന്റിലേഷൻ. അതായത് എപ്പോഴും ഒരു ക്ലീൻ ഏരിയയിൽ നിന്നുള്ള എയർ ഫ്ലോ ആയിരിക്കണം. ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ് വെന്റിലേഷന്റെ കാര്യം പറയുന്നത് കേട്ടോ. എങ്ങനെയായിരിക്കണം? ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയ. അത് ചോദിക്കും കേട്ടോ, അത് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടാ പറഞ്ഞേ. ലെസ് ക്ലീൻ ഏരിയ ടു ക്ലീനർ ഏരിയ അങ്ങനെയൊക്കെ തിരിച്ചൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അത് നോക്കി വെക്കാം. ക്ലീൻ ഏരിയയിൽ നിന്ന് ലെസ് ക്ലീനർ ഏരിയയിലേക്ക് ആ രീതിയിലായിരിക്കണം അവിടെ എയർ ഫ്ലോ. അപ്പൊ അങ്ങനെ 4 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ, ജനറൽ പ്രിൻസിപ്പിൾസ്. അത് എന്തിനു വേണ്ടിയിട്ടാ? ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് 5ാമത്തെ നോക്കിയേ, 5ാമത്തെ പോയിന്റ് ആയിട്ടാ കൊടുത്തേക്കണേ നോക്കിയേ. Therefore the whole operation theater suite or room is designed on the concept of 4 zones. കണ്ടോ, ഇവിടെ 4 സോണുകളായിട്ടാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് അല്ലെങ്കിൽ റൂമിനെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. ആ 4 സോണുകളും ഇമ്പോർട്ടന്റ് ആണ്. ആ ടേബിൾ ഇമ്പോർട്ടന്റ് ആക്കി, ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ ടേബിള്. അതിൽ നിന്ന് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ചോദിക്കാം. 1 വേർഡ്സ്. അപ്പൊ ഏതൊക്കെയാണ് 4 സോണുകൾ എന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു OT സ്യൂട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് 4 സോണുകളായിട്ടാണ് അവിടെ തിരിച്ചേക്കുന്നത്. ഫസ്റ്റത്തെയാണ് പ്രൊട്ടക്റ്റീവ് സോൺ. പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. ഏതൊക്കെയാണ് 4 സോണുകള്? OT സ്യൂട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്ന 4 സോണുകള് ഏരിയ എന്നുള്ളതാട്ടോ. 4 ഏരിയകള്. സോൺ എന്ന് പറഞ്ഞ ഏരിയ, 4 ഏരിയ. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, ക്ലീൻ ഏരിയ, സ്റ്റെറൈൽ ഏരിയ, ഡിസ്പോസൽ സോൺ. സോൺ നിങ്ങൾ സോൺ കേട്ടിട്ടില്ലേ? ഇസട്ടോ ഏരിയ ഓരോ സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ ഏരിയകള് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 4 സോണുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. അതിനകത്ത് ഫസ്റ്റത്തെയാണ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് സോൺ എന്താണ്? പ്രൊട്ടക്റ്റീവ് സോൺ ആണ്. അതിനകത്ത് ഇപ്പൊ നമുക്ക് ഇവിടെ ചോദിക്കാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് which of the following is included in protective zone? അത് comes under the protective zone. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത് ഏത്? അല്ലെങ്കിൽ ഇതിനകത്ത് ഏത്? ഇങ്ങനെയും ചോദിക്കാം. ചേഞ്ചിങ് റൂം ഈസ് ഡാഷ് സോൺ. അവിടെ ചേഞ്ചിങ് റൂം എന്ന് പറയുന്നത് ഏത് സോണിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്? ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് സോൺ. അല്ലെങ്കിൽ പ്രീ അനസ്തീഷ്യ റൂംസ് കംസ് അണ്ടർ ഡാഷ് സോൺ. അങ്ങനെ 2 രീതിയിലും തിരിച്ചും മറിച്ചും ചോദിക്കാം. അപ്പൊ ആദ്യത്തെ നമ്മൾ പ്രൊട്ടക്റ്റീവ് സോൺ ആട്ടോ നോക്കാൻ പോകുന്നത്. പ്രൊട്ടക്റ്റീവ് സോൺ ഏതൊക്കെയാണ്? ഒരു പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്ന സംരക്ഷണ ഏരിയകൾ ഏതൊക്കെയാണ്? റിസപ്ഷൻ ഒന്നാമത്തെയാണ്. റിസപ്ഷൻ. റിസപ്ഷൻ ഒരു പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന റിസപ്ഷൻ. രണ്ടാമത്തെ നോക്കിയേ, വെയിറ്റിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ്. അതിന്റെ ഉള്ളിൽ തന്നെ 2 പോയിന്റ് ആട്ടോ. റിസപ്ഷൻ എന്ന് പറഞ്ഞ ഒരു പോയിന്റ്. അടുത്തതാണ് വെയിറ്റിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ്. അവരുടെ റിലേറ്റീവ്സിന് വെയിറ്റ് ചെയ്യണ്ടേ അല്ലേ? അവർക്ക് ആ റിലേറ്റീവ്സിന് വെയിറ്റ് ചെയ്യാനുള്ള വെയിറ്റിംഗ് ഏരിയ. വെയിറ്റിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ് കേട്ടോ. റിലേറ്റീവ്സിനുള്ള വെയിറ്റിംഗ് ഏരിയ. ഇത് 2ഉം പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. ഓക്കെ. അടുത്ത നോക്കിയേ, പ്രീ അനസ്തേഷ്യ റൂം.
പ്രീ അനസ്തേഷ്യ റൂം. എന്താണ് അനസ്തേഷ്യ? പ്രീ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുന്നേ നമ്മളെ റെഡി ആക്കുന്ന റൂം. ഓക്കെ ചേഞ്ചിങ് റൂം. അടുത്താണ് ചേഞ്ചിങ് റൂം കേട്ടോ. അതായത് ചേഞ്ചിങ് റൂം എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ആ സ്റ്റാഫില്ലേ, ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫില്ലേ, അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടേ? നമ്മൾക്കറിയാലോ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ അവിടുത്തെ നമ്മൾ പറഞ്ഞില്ലേ സ്യൂട്ട്, ഈ സ്ക്രബ്സ്, പാന്റ്, ഷർട്ട്, അല്ലെങ്കിൽ ഓവർകോട്ട്, പിന്നെ മാസ്ക് വെക്കണം, തലയിൽ ക്യാപ്പ് വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള അവർക്കുടെ നോർമൽ നമ്മുടെ ഡ്രസ്സോ ചുരിദാറോ സാരിയൊക്കെ ഇട്ടുകൊണ്ടാണോ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ നിൽക്കുന്നത്? അവർക്കുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമാണ് ചേഞ്ചിങ് റൂം എന്ന് പറഞ്ഞു കേട്ടോ. അതായത് സർജറിക്ക് നമ്മൾ കയറ്റുന്നതിന് മുന്നൊക്കെ, നമ്മൾ കയറുന്നതിന് മുന്നൊക്കെ ആ സ്റ്റാഫിന്റെ ഒക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമാണ് ചേഞ്ചിങ് റൂം. ഓക്കെ, ചേഞ്ചിങ് റൂം. പേഷ്യൻസിന്റെ ആണെങ്കിലും ഒക്കെ ഡ്രസ്സൊക്കെ നമ്മൾ വേറെ നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഒരു ഇതിട്ടുണ്ടല്ലേ സർജറി ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഉള്ള റൂം കേട്ടോ ചേഞ്ചിങ് റൂം. ഇത്രയുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള റൂം പേഷ്യൻസിനും സ്റ്റാഫിനും ഒക്കെ. അടുത്താണ് പ്രീ അനസ്തേഷ്യ റൂം. പ്രീ അനസ്തേഷ്യ റൂം എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യക്ക് മുന്നും അല്ലെ? അനസ്തേഷ്യ നമ്മള് എന്താ പറയാ, അനസ്തേഷ്യക്കല്ല, നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അനസ്തേഷ്യ കൊടുക്കൂലേ, അതിന് നമ്മളൊന്ന് റെഡി ആക്കുന്ന റൂമാണ് കേട്ടോ. അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ എന്താ പറയാ റെഡി ആക്കുന്നത്. അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുന്നേ റെഡി ആക്കുന്ന റൂം. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ റെഡി ആക്കുന്ന റൂമാണ് പ്രീ അനസ്തേഷ്യ റൂം. പ്രീ എന്ന് പറഞ്ഞാൽ അറിയാലോ മുമ്പ്. പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ്, എന്ത്? അനസ്തേഷ്യക്ക് മുന്നേ നമ്മളെ റെഡി ആക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത് നോക്കിയ സ്റ്റോഴ്സ് റെക്കോർഡ്. അവിടെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളില്ലേ, അതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയ വേണം. സ്റ്റോറുകൾ വേണം. സ്റ്റോഴ്സ് റെക്കോർഡ്, റെക്കോർഡുകളൊക്കെ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റോർ വേണം കേട്ടോ. ഇതാണ് സ്റ്റോഴ്സ് റെക്കോർഡ്സ് എന്ന് കൊടുത്തേക്കുന്നത്. അടുത്തതാണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് നിങ്ങൾക്ക് പഠിക്കാറുണ്ടല്ലോ. CSST അടുത്ത സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് CSST പഠിക്കാറുണ്ട് ഓട്ടോക്ലേവ് എന്താണെന്നുള്ളത്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലേ, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഓട്ടോക്ലേവ്. പല ടൈപ്പ് ഓട്ടോക്ലേവ് ഉണ്ട് കേട്ടോ. പല തരത്തിലുള്ള ഓട്ടോക്ലേവ് ഉണ്ട്. സിമ്പിൾ ഓട്ടോക്ലേവ് ഉണ്ട്, ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ് ഉണ്ട്. അതൊക്കെ സിമ്പിൾ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ ഒരു പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്നതാണ്. അതിന്റെ ഉള്ളിൽ സർജിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ വെച്ചിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്യും. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി, അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഇത് ഉപകരണമാണ്, മെഷീനാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അതിനെ കണ്ടോ അവിടെ TSSU എന്ന് കണ്ടോ? TSSU അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് എഴുതി വെച്ചോ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ. തിയേറ്റർ, THEATRE, തിയേറ്റർ. സ്റ്റെറൈൽ, STERILE, സ്റ്റെറൈൽ. സപ്ലൈ, SUPPLY, സപ്ലൈ യൂണിറ്റ്. അതാണ് TSSU എന്ന് പറയുന്നത്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. TSSU, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്, TSSU. ഓക്കെ. അപ്പൊ എന്താണ്? തിയേറ്ററിൽ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് കൊടുക്കുന്ന അല്ലെ, അങ്ങനെ വിതരണം ചെയ്യുന്ന യൂണിറ്റ് ആണ് TSSU എന്ന് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കുന്ന ഏരിയ കേട്ടോ. സ്റ്റെറിലൈസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു യൂണിറ്റ് ആണ് TSSU എന്ന് പറയുന്നത്. അതും ഏതിൽ വരുന്നതാണ്? പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. നമ്മൾ പറയുന്നതെല്ലാം പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന കേട്ടോ. അടുത്തതാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. TROLLY, ട്രോളി ബേ. ട്രോളിയൊക്കെ അടക്കി വെക്കൂലേ, അതാണ് ട്രോളി ബേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ട്രോളി ബേ? കണ്ടിട്ടുണ്ടോ? എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടോ ട്രോളി ബേ?
ട്രോളികളൊക്കെ അടക്കി വെക്കുന്നതാണ് കേട്ടോ ട്രോളി ബേ. മെഡിക്കൽ ട്രോളി കണ്ടിട്ടുണ്ട്, ഹൈപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ശരി, ഇതാ ട്രോളി ബേ, ട്രോളിയൊക്കെ അടക്കി വെക്കുന്ന ഭാഗം. അടുത്താണ് കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ്? ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഏരിയ. കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഏരിയ. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ഈ പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. പേരൊക്കെയാന്ന് കിട്ടിയോ? പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത് പേരുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ TSSUന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം കേട്ടോ. റിസപ്ഷൻ ഏരിയ, വെയിറ്റിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ്, ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ റൂം, സ്റ്റോർസ്, ഓട്ടോക്ലേവ്, അതായത് TSSU, ട്രോളി ബേ, ഈ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഇതെല്ലാം ഒരു സംരക്ഷിത മേഖല ഏരിയ, പ്രൊട്ടക്റ്റീവ് സോണില് വരുന്നതാണ്. ക്ലിയർ ആയോ? ഏതൊക്കെയാണ്? അപ്പൊ അതിനകത്ത് ഓരോന്നും ചോദിച്ചിട്ട് ഏത് സോണിലാണെന്നുള്ളത് എഴുതാലോ. തിരിച്ചു ചോദിച്ചാലും എഴുതാൻ പാകത്തിന് പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാവരും ആ ടെക്സ്റ്റിൽ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോ. ഇതിന് എങ്ങനെയായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. TSSU എന്ന് പറഞ്ഞാൽ തിയേറ്റർ, സ്റ്റെറൈൽ, STERILE, സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ, സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. അടുത്ത് നോക്കിയേ, ഇനി നമ്മുടെ രണ്ടാമത്തെ സോണാണ് ക്ലീൻ സോൺ എന്ന് പറയുന്നത്. ക്ലീൻ സോൺ, ക്ലീൻ സോൺ ഇതാണ് ക്ലീൻ സോൺ. പ്രീ ഓപ്പറേറ്റിംഗ് റൂം. പ്രീ ഓപ്പറേറ്റിംഗ് റൂം എന്താ? ഓപ്പറേഷന് മുന്നേ നമ്മൾ റെഡിയാക്കുന്ന റൂം. പേരറിയാലോ, പ്രീ. പ്രീ എന്ന് പറഞ്ഞാൽ മുൻപ്. എന്തിനു മുന്നേ? ഓപ്പറേഷന് മുന്നേ നമ്മളെ റെഡിയാക്കുന്ന റൂമാണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം. നേരെ നമ്മള് എന്താ പറയാ, നേരെ വാർഡിന്ന് അല്ലെങ്കിൽ റൂമിന്ന് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ബെഡിലേക്ക് എടുത്തല്ലോ ചെയ്യണ്ടേ. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. ഇതാണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷന് മുന്നേ നമ്മൾ റെഡിയാക്കുന്ന റൂം. അടുത്തതാണ് റിക്കവറി റൂം, ഒബ്സർവേഷൻ റൂം അല്ലെ. റിക്കവറി റൂം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റുന്ന റൂമില്ലേ, അതാണ് റിക്കവറി റൂം. ഇതെല്ലാം ക്ലീൻ സോണിൽ വന്നെയാട്ടോ. ഇതെല്ലാം ക്ലീൻ ആയിരിക്കണം, ക്ലീൻ സോൺ ആയിരിക്കണം, ക്ലീൻ ഏരിയ ആയിരിക്കണം. റിക്കവറി റൂം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മാറ്റുന്ന റൂം, റിക്കവറി റൂം. പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം എന്ന് പറഞ്ഞാൽ ഇനി ചിലർക്കൊക്കെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ പ്ലാസ്റ്റർ ഒക്കെ ചെയ്യേണ്ടി വരും അല്ലേ. പ്ലാസ്റ്റർ ഒക്കെ ചെയ്യേണ്ടി വരില്ലേ സർജറി ഒക്കെ ചെയ്യുമ്പോൾ? നമുക്ക് വല്ല പ്ലാസ്റ്റർ ഒക്കെ ഇടേണ്ടി വരാം. അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്ലാസ്റ്റർ റൂം. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലെ. സർജറി ഒക്കെ കഴിയുമ്പോൾ ചിലർക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള റൂമാണ് പ്ലാസ്റ്റർ റൂം. അടുത്തതാണ് സ്റ്റാഫ് റൂം. സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള റൂം കേട്ടോ. സ്റ്റാഫ് റൂം, സ്റ്റാഫ് റൂം, സ്റ്റാഫ് റൂം. ഇനി അടുത്ത് നോക്കിയേ, അനസ്തെറ്റിക് റൂം. നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയത് അനസ്തെറ്റിക് എന്നാണോ കിടക്കണേന്ന് നോക്കിയോ കേട്ടോ. അനസ്തെറ്റിക് സ്റ്റോർ റൂം ആണ് കേട്ടോ, എസ്തെറ്റിക് അല്ല. ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ എസ്തെറ്റിക് എന്നാണ്, അത് തെറ്റാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അത് അനസ്തെറ്റിക് റൂം ആണ്. ഒന്ന് കറക്റ്റ് ചെയ്തോ കേട്ടോ. ANAESTHETIC. അതിന് മുന്നേ AN നമ്മൾ ചേർത്താൽ മതി കേട്ടോ. AN ആ വേർഡിന് മുന്നേ AN കൂടി ഒരുമിച്ച് ഒറ്റ വേർഡാണ് കേട്ടോ. അനസ്തെറ്റിക് സ്റ്റോർ റൂം. പേരിൽ അറിയാലോ എന്താ? അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിസിൻസ്, എക്യുപ്മെന്റ്സ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന റൂമാണ് അനസ്തെറ്റിക് സ്റ്റോർ റൂം. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിരുന്നോ? നോ അല്ല. അപ്പൊ എല്ലാവരും കറക്റ്റ് ചെയ്യാട്ടോ. അത് എന്ന് ആദ്യം അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടോ. അനസ്തെറ്റിക് സ്റ്റോർ റൂം ആണ്. അതായത് അനസ്തേഷ്യയുടെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന റൂമാണ് അനസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. ഓട്ടോ പ്രോസസർ എന്ന് പറയുന്ന കാര്യം ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിപ്പോ എക്സ്റേ എടുക്കണം.
ആ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നോക്കണം ഇത് എന്താ പറയാ അത് ക്ലിയർ ആണോ, ഇപ്പൊ എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, എന്താ അവിടെ എന്തെല്ലാം നമുക്ക് എന്തെല്ലാം ഇതൊക്കെയാണ് സർജന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ എക്സ്റേയും കൂടി നോക്കും. അതാണ് എക്സ്റേ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഇമേജ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ശരിയാവുന്നുണ്ടോ, വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടോ, അതൊക്കെ ആ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് എക്സ്റേ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം ഓട്ടോ പ്രോസസർ. അതായത് ഓട്ടോ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ്, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇമേജ് കിട്ടുന്നു. അപ്പൊ നമ്മൾ എക്സ്റേ ഇങ്ങനെ പ്രത്യേകിച്ച് എടുക്കണ്ട, സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇമേജ് കിട്ടുന്നു. അപ്പൊ സർജറി കുറച്ചും കൂടി ക്ലിയർ ആവും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അത് നമ്മൾ ഏതൊക്കെ ആ ഏരിയ നമുക്ക് അല്ലെങ്കിൽ ഏതാണ് ക്ലീൻ സോണിൽ വന്നത് ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ ഏതൊക്കെയായിരുന്നു ക്ലീൻ സോണിൽ വന്നത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം, അടുത്ത് റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, അനസ്തെറ്റിക് സ്റ്റോർ റൂം, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം ഓട്ടോ പ്രോസസർ. ക്ലിയർ ആയോ? പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, അനസ്തെറ്റിക് സ്റ്റോർ റൂം, എക്സ്റേ യൂണിറ്റ് ഓർ ഡാർക്ക് റൂം ഓട്ടോ പ്രോസസർ. ഇത്രയും ക്ലീൻ സോണിൽ വരുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ സോണാണ് സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ എന്ന് പറയുന്നത്. സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ, അതായത് എന്താ പറയാ, സ്റ്റെറൈൽ ആയിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ അസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ അണുവിമുക്തമായിട്ടുള്ള സോൺ, സ്റ്റെറൈൽ സോണ്. ഏതാ നമ്മൾ ഒരെണ്ണം സ്റ്റെറൈൽ ഏരിയ ഏതാ പറഞ്ഞത്? ഓപ്പറേറ്റിംഗ് റൂം അല്ലെ, ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് റൂം, ഓപ്പറേഷൻ തിയേറ്റർ, അതെന്താണ്? ഒരു സ്റ്റെറൈൽ സോൺ ആണ്, സ്റ്റെറൈൽ ആണ്, അണുവിമുക്തമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഓപ്പറേറ്റിംഗ് റൂം. അടുത്തതാണ് സ്ക്രബ് റൂം. സ്ക്രബ് റൂം എന്ന് പറഞ്ഞാൽ സർജറിക്ക് മുന്നേ ഇതുപോലെ തന്നെ ആ സ്റ്റാഫുകളൊക്കെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണ്ടേ, ഡോക്ടേഴ്സ് സ്റ്റാഫ് ഇവർക്കൊക്കെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള റൂം. ഹാൻഡ് വാഷ് നമ്മൾ ചെയ്യണം, സോപ്പൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഹാൻഡ് സ്ക്രബ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൈകളൊക്കെ നന്നായിട്ട് കഴുകാനൊക്കെ ഉള്ള റൂം, അതാണ് സ്ക്രബ് റൂം എന്ന് പറയുന്നത്. അത് ഏത് റൂമിൽ വരുന്ന? സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ വരുന്നതാണ്. പിന്നെ അടുത്തതാണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്ന് പറഞ്ഞാൽ എന്താ? അനസ്തേഷ്യ നൽകുന്ന ഇടം, അനസ്തേഷ്യ കൊടുക്കുന്ന റൂമാണ്. അനസ്തേഷ്യ കൊടുക്കുന്ന റൂം, അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം, അനസ്തേഷ്യ നൽകുന്ന ഇടം. അടുത്തത് ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഓട്ടോക്ലേവ് ഒക്കെ ആകുമ്പോഴേ അതിൽ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ കുറച്ച് അധികം സമയം വേണ്ടി വരും, 20 മിനിറ്റോളം ഒക്കെ വേണ്ടി വരും അതിനകത്ത് സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ഈ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പൊ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് 2-3 മിനിറ്റിൽ തന്നെ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്ത് അപ്പൊ തന്നെ ഉപയോഗിക്കാം. നമ്മൾ സർജറി ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് 1 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല അല്ലെ, സർജറി ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അപ്പൊ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. അത് എക്സാമ്പിൾ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഇത് നമ്മൾ അവിടെ പഠിക്കും കേട്ടോ, CSST പഠിക്കുന്നുണ്ട് ഫ്ലാഷ് സ്റ്റെറിലൈസർ. അത് ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ ആണ്. ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കും. 2-3 മിനിറ്റ് മതി. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് അപ്പൊ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അടുത്തതാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറയുന്നത്. എന്താ ഇൻസ്ട്രുമെന്റ് ട്രോളി? എന്താ? ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സൂക്ഷിക്കുന്നത് വെക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ട്രോളി, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് കേട്ടോ. ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഇനി അടുത്തത് നോക്കിയേ, ഡിസ്പോസൽ സോൺ. കിട്ടിയോ? അതൊന്ന് നോക്കിയാ ഏതൊക്കെയാ? ഓപ്പറേറ്റിംഗ് റൂം,
scrub room, anesthesia, induction room, instant instrument, sterilization, instrument trolley area. Instrument trolley area. Clear ആയോ? Okay ആണോ? Okay. Okay. ഇനി അടുത്തത് നോക്കിയേ. ഡിസ്പോസൽ സോൺ ആണ് കേട്ടോ. നാലാമത്തെ സോൺ ആണ് ഡിസ്പോസൽ സോൺ. ഡേർട്ടി വാഷപ്പ് റൂം, അതായത് നമുക്ക് എന്താണ് ഡേർട്ടി വാഷപ്പ് റൂം, അതായത് നമുക്ക് ഒരു പ്രത്യേക ഒരു സ്പെഷ്യലൈസ്ഡ് റൂമാണ് ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത ക്ലീനിങ് ആൻഡ് എന്താ പറയാ ഈ അവിടത്തെ ഉള്ള ഇതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് സോയിൽ ഡോർ യൂസ്ഡ് എക്യുപ്മെന്റ്സ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള റൂമാണ് കേട്ടോ ഡേർട്ടി വാഷപ്പ് റൂം എന്ന് പറയുന്നത്. അഴുക്ക് പിടിച്ച ഇതൊക്കെ നമ്മള് സോയിൽഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ടുള്ള ഇതാണ് ഡേർട്ടി വാഷപ്പ് റൂം എന്ന് പറയുന്നത് കേട്ടോ. ഡേർട്ടി സോയിൽഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ്, തുണികൾ ഉണ്ടാവാം അല്ലെ, അതൊക്കെ ഫൈനലായിട്ട് നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് അതാദ്യം എന്ത് ചെയ്യണം, നമ്മൾ എല്ലാവരും ഒരുമിച്ചല്ല അത് കളയുന്നത് ഡിസ്പോസ് ചെയ്യുന്നത്, അത് നമ്മൾ പലത് തിരിച്ചു വെക്കും അല്ലെ, തിരിച്ച് വ്യത്യസ്തമായിട്ട് വെക്കുന്നു. അതായത് എല്ലാവരും ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് അവിടെ എന്താ പറയുക ഈ ഡേർട്ടി വാഷപ്പ് റൂമിൽ അതിനെയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഫൈനൽ ഡിസ്പോസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഡേർട്ടി വാഷപ്പ് റൂം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തതാണ് ഡിസ്പോസൽ കോറിഡോർസ്. ഇത് എന്താണെന്നൊന്നും ചോദിക്കൂല കേട്ടോ. പിന്നെ ഈ പേരുകൾ നിങ്ങൾ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണമല്ലോ, അതുകൊണ്ട് പറയുന്നതാണ് ഡിസ്പോസൽ കോറിഡോർസ്. ഡിസ്പോസൽ കോറിഡോർ എന്ന് പറഞ്ഞാൽ ഇത് ഈ എക്യുപ്മെന്റ്സ്, തുണികൾ, ഇതൊക്കെ നമ്മൾ അല്ലെങ്കിൽ സോയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യണ്ടേ, കളയണ്ടേ, അങ്ങോട്ടേക്ക് ആ ഡിസ്പോസൽ സോണിലേക്ക് നീളുന്ന ഇടനാഴിയാണ് കേട്ടോ കോറിഡോർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങോട്ടേക്കുള്ള ഇടനാഴി, ഡിസ്പോസൽ സോണിലേക്ക് പോകുന്ന ഇടനാഴി ആണ് ഡിസ്പോസൽ കോറിഡോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ജാനിറ്റർ ക്ലോസറ്റ്. ഇത് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഹൗസ് കീപ്പിംഗ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഓപ്പറേഷൻ തിയേറ്ററുമായി നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട് വരുന്ന ക്ലീനിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളില്ലേ, ക്ലീൻ ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലീനിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, അതാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു സ്റ്റോറേജ് റൂം പോലെ തന്നെയാണ്. അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മള് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ ഡേർട്ടി ആയിട്ടുള്ള ഇതൊക്കെ ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ അല്ലെ, അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു സ്ഥലം, അതാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഡിസ്പോസൽ സോണിൽ വരുന്ന. നിങ്ങളോട് ഈ ഒരു ടേബിളിൽ നിന്ന് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്നാമത്തെ ഇപ്പൊ ഡിസ്പോസൽ സോണിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത്, അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്നത് ഏത്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഡിസ്പോസൽ സോണിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. നമുക്ക് ഡിസ്പോസൽ കോറിഡോർസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഡിസ്പോസൽ സോൺ? ഓപ്ഷൻ എയില് ഡിസ്പോസൽ കോറിഡോർസ്, ഓപ്ഷൻ ബിയില് ജാനിറ്റർ ക്ലോസറ്റ്, ദെൻ ഓപ്ഷൻ സിയില് ഡേർട്ടി വാഷപ്പ് റൂം, ദെൻ ഓപ്ഷൻ ഡിയില് സ്ക്രബ് റൂം. അങ്ങനെ ചോദിക്കാം. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നതോ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഏതാ ആൻസർ? ഏതാ? സ്ക്രബ് റൂം അല്ലേ? അത് സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ വരുന്ന. അത് വ്യക്തമാക്കി മനസ്സിലാക്കാം കേട്ടോ. ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഞാൻ ചിലത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ടേബിള് നന്നായിട്ട് പഠിക്കാം. എന്തായാലും നമുക്ക് 1-2 മാർക്ക് ഇനി തന്നെ ഉണ്ടാവും ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് നമുക്ക് ഓരോ സോണിലും വരുന്ന ഏതാണെന്നും ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ചോദിക്കാം. സ്റ്റാഫ് റൂം ഈസ് കംസ് അണ്ടർ ഡാർക്ക് സോൺ. സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് ഏത് സോണിന്റെ കീഴിൽ വരുന്നതാണ്, അങ്ങനെ ചോദിക്കാം. അപ്പൊ അത് തിരിച്ചെഴുതാനും പഠിക്കണം. ക്ലീൻ സോണിൽ വരുന്നതല്ലേ. ഓക്കെ, അപ്പൊ അത്രയും ആ ടേബിള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. ഓപ്പറേഷൻ തിയേറ്ററിൽ സാധാരണയായിട്ട് ഡെഫിഷ്യൻസി കാണുന്നത് അല്ലെങ്കിൽ കുറവ് കാണുന്ന ഏരിയ ഏതൊക്കെയാണ്?
അതായത് ഇപ്പൊ എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും എല്ലാ ഏരിയകളും അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല. ചില ഓപ്പറേഷൻ തിയേറ്ററിൽ എല്ലാം ഉണ്ടാവും. എന്നാൽ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെയുള്ള സെപ്പറേറ്റ് ഏരിയകൾ ഉണ്ടാവണമെന്നില്ല. അതായത് അതാ പറഞ്ഞേക്കുന്നേ, സാധാരണയായിട്ട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കുറവ് കാണുന്ന ഏരിയകൾ അല്ലെങ്കിൽ ഇല്ലാത്ത ഏരിയകൾ ഏതൊക്കെയാണ്? അപ്പൊ ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവില്ല. ഏതൊക്കെയാണോ നോക്കി? നോ റിസപ്ഷൻ ഏരിയ. ചിലടത്ത് റിസപ്ഷൻ ഏരിയ ഇല്ല. ചില ഓപ്പറേഷൻ തിയേറ്ററിൽ റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞ പ്രത്യേകം ഏരിയ ഉണ്ടാവില്ല. നോ റിസപ്ഷൻ ഏരിയ. ക്ലിയർ ആയോ? നോ റിസപ്ഷൻ ഏരിയ എന്ന് വെച്ചാൽ എന്താ? റിസപ്ഷൻ ഏരിയ ഇല്ല. ചില ഓപ്പറേഷൻ തിയേറ്ററില് റിസപ്ഷൻ ഏരിയയുടെ കുറവുണ്ടാവും. അങ്ങനെ ഒരു സെപ്പറേറ്റ് റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കിയേ, നോ സെപ്പറേറ്റ് റൂം ഫോർ. കണ്ടോ, ചില ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടല്ലോ നമ്മളിങ്ങനെ സെപ്പറേറ്റ് റൂം ഇല്ല. സർജന് ഒരു റൂം, അനസ്തേഷ്യോളജിസ്റ്റിന് ഒരു റൂം, ജൂനിയർ ഡോക്ടറിന് ഒരു റൂം, OT അറ്റൻഡന്റിന് ഒരു റൂം. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് റൂംസ് ഇവർക്ക് ഉണ്ടാവില്ല. കണ്ടോ, ഇവർക്കൊക്കെ നമുക്ക് ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടാവില്ല. മനസ്സിലായോ? ഇവർക്കൊക്കെ ഒരു സെപ്പറേറ്റ് റൂം വേണമെന്നുണ്ട് ശരിക്കും. ചിലടത്ത് ഇങ്ങനെ എന്താ ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടാവില്ല. അതൊക്കെ സർജന്, അനസ്തേഷ്യോളജിസ്റ്റിന്, ജൂനിയർ ഡോക്ടറിന്, OT അറ്റൻഡന്റ്മാർക്ക് ഇങ്ങനെ സെപ്പറേറ്റ് റൂം ഇല്ല. അടുത്ത് നോക്കിയേ, നോ ഇനഫ് നമ്പർ ഓഫ് ചേഞ്ച് റൂം ഫോർ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് പീപ്പിൾ. പിന്നെ നമ്മൾ ചേഞ്ച് റൂം പറഞ്ഞു. എന്തിനാ ചേഞ്ച് റൂം എന്ന് പറഞ്ഞത്? ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം അല്ലെ? നമ്മുടെ സാധാരണ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അവിടുത്തെ സ്റ്റാഫുകൾക്കാണെങ്കിലും ഡോക്ടറിനോ നേഴ്സിനൊക്കെ ആണെങ്കിലും അവർക്കുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സർജറി ചെയ്യാനും പറ്റില്ല. ഇപ്പൊ ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ചേഞ്ച് റൂം എന്ന് പറയുന്നത്. ഇവിടെ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യത്തിന് ചേഞ്ച് റൂം പല ആളുകൾക്ക്, അതായത് ഇപ്പൊ സ്റ്റാഫുകൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഒരു റൂം, പേഷ്യന്റിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഒരു റൂം, അങ്ങനെ സെപ്പറേറ്റ് ആവശ്യത്തിന് നോട്ട് ഇനഫ് നമ്പർ. കണ്ടോ, ആവശ്യത്തിന് എണ്ണം ചേഞ്ച് റൂംസ് ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവണമെന്നില്ല. അതും ഡെഫിഷ്യൻസി കാണുന്ന ഒരു കാരണം പറഞ്ഞിരുന്നു കേട്ടോ. സാധാരണ രീതിയിൽ സെപ്പറേറ്റ് ചേഞ്ച് റൂം നമുക്ക് വേണമെന്നുണ്ട്. ഇപ്പൊ സ്റ്റാഫുകൾക്ക് മാത്രം ഒരെണ്ണം, അത് പേഷ്യൻസിന് വേണ്ടി മാത്രം ഒരെണ്ണം, വേണമെങ്കിൽ സർജന് വേണമെങ്കിൽ വേറെ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ ചിലയിടത്ത് ഇങ്ങനെ ആവശ്യത്തിന് എന്താണ് ചേഞ്ച് റൂംസ് ഉണ്ടാവണമെന്നില്ല. അവിടെ ഡെഫിഷ്യൻസി കാണാം. ഇനി അടുത്ത് നോക്കിയേ, നാലാമത്തെ പോയിന്റ്, ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോർസ് എക്സെട്ര. കണ്ടോ, ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോർ. ഇനി നോക്കിയ ഡോറുകൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോർ നമ്മുടെ വീട്ടിലെ ഡോറ് പോലെയാണോ? അത്രേ ഉള്ളോ? വീതി അത്രേ ഉള്ളോ അവിടുത്തെ ഡോറ്? ശ്രദ്ധിച്ചറിയാം, ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള ഡോറ് വലിയ ഡോറായിരിക്കും. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? നമ്മുടെ ഈ സ്ട്രക്ചർ, വീൽ ചെയർ ഇതൊക്കെ കൊണ്ടുപോകണ്ടേ അല്ലേ? പേഷ്യന്റിന് ഒരാൾക്ക് സ്ട്രക്ചർ പോകാം അല്ലെ? അതായത് ഒരാൾക്ക് മാത്രം ഇങ്ങനെ നടക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയുള്ളൊരു എന്താ പറയാ ഡോറാണെങ്കിൽ നമുക്ക് ഇത്ര വീതിയുള്ള സ്ട്രക്ചർ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ സ്ട്രക്ചർ, വീൽ ചെയർ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ അങ്ങോട്ടേക്ക് നമ്മളെ തിയേറ്ററിന്റെ അകത്തേക്കും അവിടെ നിന്നൊക്കെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സൈസിലും ടൈപ്പിലുമുള്ള ഡോർ വേണമെന്നുണ്ട്. കണ്ടോ, ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവണമെന്നില്ല. കണ്ടോ, ഇൻഅപ്രോപ്രിയേറ്റ് അനുയോജ്യമല്ലാത്ത സൈസിലും ടൈപ്പിലും ഉള്ള ഡോറുകള് കണ്ടോ, അതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, ചില ഇതെന്ന് വെച്ചാൽ ഡോറുകളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുന്ന ഡോറില്ലേ, സിംഗിൾ ഡോറൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട്, അല്ലാതെ കൈ പിടിച്ച് തുറക്കണ്ട. നമ്മള് അപ്പൊ സ്ട്രക്ചറും കൊണ്ട് നമ്മൾ അവിടെ വരുമ്പോഴത്തേക്കും ഡോറ് തന്നെ ഓപ്പൺ ആക്കി പോകും. ഓട്ടോമാറ്റിക് ഡോറുകൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ട് കേട്ടോ. അതൊക്കെ നിർബന്ധമാണ് ശരിക്കും. അത് ചില ഓപ്പറേഷൻ തിയേറ്ററിൽ അത് ഉണ്ടാവണമെന്നില്ല. ഡെഫിഷ്യൻസി കാണുന്ന ഒരു ഇതാണ്. ഇനി അടുത്ത് നോക്കിയേ, സെൻസർ ഡോർ. ഓക്കെ, ശരിയാണ് കേട്ടോ. നിവേദ്യ, സെൻസർ ഇപ്പൊ നമ്മളെല്ലാവരും തന്നെ കടയിൽ ചെന്നാൽ ടെക്സ്റ്റൈൽസിൽ ചെന്നാലൊക്കെ സെൻസർ ഡോർ ഇല്ലേ? നമ്മൾ പുറത്ത് നിൽക്കുന്ന ഇത്ര ഗ്യാപ്പിൽ എത്തുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഡോറ് തുറക്കും. നമ്മൾ അവിടെ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല, ഡോറ് തുറന്നു കൊടുക്കാനാണ് വേണ്ട അല്ലെ? ഇത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെയുള്ളത് വേണമെന്നുണ്ട്. ഇനി അടുത്ത് നോക്കി, അങ്ങനെ എല്ലായിടത്തും
ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്നില്ല. ഇനി അടുത്തതാണ് പറയുന്നത് lack of laminar flow and mandatory air exchange system in operation theatre. നമ്മൾ ആദ്യം പറഞ്ഞു ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയാ ലൈറ്റ് വേണമെന്ന് പറഞ്ഞു അല്ലെ, വെന്റിലേഷൻ സിസ്റ്റം, ലൈറ്റ്, ഇതൊക്കെ നല്ല ഇതായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെന്റിലേഷനെ തന്നെയാട്ടോ. നല്ലൊരു ഫർസാനയുടെ സ്ക്രീൻ ഷെയർ ചെയ്തത് കട്ടായി, ബാക്കി എല്ലാവരും കാണാനല്ലേ? എന്താ ചിലപ്പോ നെറ്റിന്റെ ഇടയ്ക്ക് വല്ല പ്രശ്നങ്ങളും ആയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. നോക്കിയേ ഇനിയിപ്പോ lack of laminar flow and the mandatory air exchange system. നമ്മൾ പറഞ്ഞില്ലേ എന്താ ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള എയർ ക്ലീൻ ഏരിയയിൽ നിന്ന് ലെഫ്റ്റ് ക്ലീൻ ഏരിയയിലേക്ക് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ ചെയ്ത അല്ലെ, ഈ മൈക്രോബ്സ് ഒന്നും ഇല്ലാത്ത ഫിൽറ്റർ ചെയ്തിട്ട് പോലുള്ള ഒരു എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ആയിരിക്കണം. അതിന്റെ കുറവ് കണ്ടോ, അത് കുറവ്, അത് അങ്ങനെയും ചില ഓപ്പറേഷൻ തിയേറ്ററിൽ വരാം കേട്ടോ. ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നല്ലൊരു വെന്റിലേഷൻ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾ. ഇനി ചില ഓപ്പറേഷൻ തിയേറ്ററിൽ കറക്റ്റ് പ്രോട്ടോകോൾ ഉണ്ടാവുന്നില്ല കണ്ടോ, അതിന്റെ അഭാവം ഉണ്ടാകാം. ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾ അതിന്റെ ഒരു കുറവ് വരാം. നമ്മൾ കറക്റ്റ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കറക്റ്റ് പ്രോട്ടോകോൾ ഉണ്ടാവണമെന്നില്ല. അടുത്ത നോക്കിയേ, നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. പ്രത്യേകിച്ച് നമ്മള് എന്താ പറയാ സെപ്പറേറ്റ് CSSD യൂണിറ്റ് ഉണ്ടാവണമെന്നില്ല. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ തന്നെയാണ് കേട്ടോ. നല്ലൊരു എയർ ഫ്ലോ അങ്ങോട്ടേക്ക് വേണം, ഫിൽറ്റർ ചെയ്തിട്ടുള്ള എയർ ഫ്ലോ വേണം. വെന്റിലേഷൻ സിസ്റ്റം, അതാണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ലാമിനാർ ഫ്ലോ. ഇനി അടുത്തത് നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ആ CSSDയുടെ പഠിക്കാനുണ്ട്, ഇതൊരു സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. ഒന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ, അവിടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാം. CSSD സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അത് സെപ്പറേറ്റ് ഉണ്ടാവണമെന്നില്ല. എന്താ CSSD എന്താ ചെയ്യുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള TSSC നമ്മൾ പഠിച്ചില്ലേ, ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള CSSD എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമല്ല എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് CSSD. അങ്ങനെ സെപ്പറേറ്റ് CSSD എന്നുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കുറവ് ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെ സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷൻ അതായിട്ട് വർക്ക് ചെയ്യും, അങ്ങനെയല്ലേ, അതിന്റെ കുറവ് വരാം. പിന്നെ അടുത്ത് നോക്കി എട്ടാമത്തെ പോയിന്റ്, വെയിറ്റിംഗ് ഏരിയ റിക്കവറി. വെയിറ്റിംഗ് ഏരിയ റിക്കവറി, വെയിറ്റിംഗ് ഏരിയ റിക്കവറി റൂം, ഇതൊക്കെ ശരിക്കും നോട്ട് വെൽ എക്വിപ്ഡ്, നല്ല എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നന്നായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള വെയിറ്റിംഗ് ഏരിയയോ അല്ലെങ്കിൽ റിക്കവറി റൂമോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റി, അവിടെ ബേസിക് ഫെസിലിറ്റിയുടെ കുറവ് വരാം. നമ്മൾ ശരിക്കുള്ള അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ അതിന്റെ കുറവ് വരാം. അപ്പൊ അങ്ങനെയുള്ള വെയിറ്റിംഗ് ഏരിയ റിക്കവറി, ഇതെല്ലാം നമ്മൾ ഡെഫിഷ്യൻസി കാണുന്ന ഏരിയകളാണ്. എവിടെ? ഓപ്പറേഷൻ തിയേറ്ററിൽ. സാധാരണയായി യൂഷ്വൽ ഏരിയ കേട്ടോ, സാധാരണയായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡെഫിഷ്യൻസി കാണുന്ന അല്ലെങ്കിൽ കുറവ് കാണുന്ന ഏരിയകളാണ്. കിട്ടിയോ? പോയിന്റ് 8 8 പോയിന്റ്സ് കിട്ടിയോ? നോ റിസപ്ഷൻ ഏരിയ, സെപ്പറേറ്റ് റൂം, ഇവർക്ക് സർജന്, അനസ്തേഷ്യോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടറിന്, OT അറ്റൻഡന്റിന് ഇവർമാർക്കൊന്നും സെപ്പറേറ്റ് റൂം ഉണ്ടാവണമെന്നില്ല. പിന്നെ അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ആവശ്യത്തിനുള്ള ചേഞ്ച് റൂം ഉണ്ടാവണമെന്നില്ല. പിന്നെ അനുയോജ്യമായ സൈസിലും ടൈപ്പിലുള്ള ഡോറുകൾ ഉണ്ടാവണമെന്നില്ല. ലാമിനാർ ഫ്ലോ വെച്ചാൽ വെന്റിലേഷൻ സിസ്റ്റം കറക്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാവണമെന്നില്ല. സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോളിന്റെ കുറവുണ്ടാകാം. സെപ്പറേറ്റ് CSSD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണമെന്നില്ല. വെയിറ്റിംഗ് ഏരിയ റിക്കവറി. ഏതാണ് ചോദിച്ചത്? ഇതിന്റെ ലാസ്റ്റ് ആണോ? ടേബിളിന്റെ ലാസ്റ്റ് ആണോ ചോദിച്ചത്? ഡിസ്പോസൽ സോൺ ആണോ ചോദിച്ചത്? ഡിസ്പോസൽ സോൺ എന്ന് പറഞ്ഞാൽ എന്താ?
ഡേർട്ടി അതിനകത്ത് വരുന്നത് 3 ഏരിയ ആണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ ഡേർട്ടി വാഷപ്പ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇല്ലേ, മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിച്ച് മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, തുണികള്, ഇതൊക്കെ ഫൈനലായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ സെപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ. നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് തുണി ഇടുമ്പോ എല്ലാ തുണിയും ഒരുമിച്ചാണ് ഇടുന്നത്. അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യൂലേ, വൈറ്റ് ഉള്ളത് വേറെ, കളർ ഇളകുന്നത് വേറെ, നല്ല ഡ്രസ്സ് വേറെ, നൈറ്റിക്ക് ഇടുന്നത് വേറെ, അങ്ങനെയല്ലേ? അതുപോലെ ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഡിസ്പോസ് ചെയ്യാൻ. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് 13 വാഷപ്പ് റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഡിസ്പോസൽ കോറിഡോർ എന്ന് പറഞ്ഞാൽ ഡിസ്പോസൽ സോണില്ലേ, ആ ഡിസ്പോസ് ചെയ്യുന്ന ഈ തുണികളൊക്കെ അല്ലെങ്കിൽ സോയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നശിപ്പിക്കണ്ടേ? ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? കളയുക, നശിപ്പിക്കുക അല്ലെ? അതിന് അങ്ങനെയുള്ള സോണ്, ഡിസ്പോസൽ സോണിലേക്ക് പോകുന്ന വരാന്ത, ഇത്രേ ഉള്ളൂ. കോറിഡോർ, ഇടനാഴി, ഡിസ്പോസൽ സോണിലേക്ക് നീളുന്ന ഇടനാഴി. അടുത്തതാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറഞ്ഞ ഒരു ഹൗസ് കീപ്പിംഗ് റൂം തന്നെയാണ്. ശരിക്കും അവിടെ എഴുതി വെച്ചാൽ വേണ്ടി ഹൗസ് കീപ്പിംഗ് റൂം ആണ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കാര്യങ്ങളും ക്ലീൻ ആൻഡ് ടൈഡി അല്ലെ, ഹോസ്പിറ്റലിലേക്ക് എല്ലാ ഇതും ക്ലീൻ ചെയ്യുന്ന ഇതാണ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഹൗസ് കീപ്പിംഗ് റൂം പോലെ തന്നെയാണ്. അതായത് ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്ലീനിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളില്ലേ, ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങള്, ഡിസിൻഫെക്റ്റന്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, അതാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ കൈയൊക്കെ കഴുകൂലേ, അതായത് സർജറിക്കൊക്കെ മുന്നേ സർജനും സ്റ്റാഫിനും അവർക്കൊക്കെ കൈയൊക്കെ പ്രോപ്പറായിട്ട് കഴുകണ്ടേ? സ്ക്രബ് ചെയ്യാന്ന് വെച്ചാൽ കൈകളൊക്കെ എന്താ കഴുകുക എന്നുള്ളത്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള റൂം അതൊക്കെ. അടുത്തത് ഏതാണ് ചോദിച്ചത്? സ്ക്രബ് റൂം കഴിഞ്ഞിട്ട് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അനസ്തേഷ്യയുടെ മരുന്നുകളൊക്കെ ഇല്ലേ, ഈ അനസ്തേഷ്യ കൊടുക്കുന്ന റൂം, അതാണ് അനസ്തേഷ്യ കൊടുക്കുന്ന റൂമാണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഏതാണ് ചോദിക്കുന്നത്? പ്ലാസ്റ്റർ റൂം. എന്താ? സർജറി ചെയ്യുമ്പോൾ ചിലർക്ക് പ്ലാസ്റ്റർ ഒക്കെ ചെയ്യേണ്ടി വരാം, അതിന് വേണ്ടിയിട്ടുള്ള റൂം. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാലോ. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂമായി. ഇൻഡക്ഷൻ എന്നുള്ള പേരൊന്ന് കേട്ടിട്ട് ഇതാണ് അനസ്തേഷ്യ നൽകുന്ന ഇടം, അത്രേ ഉള്ളൂ. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ നൽകുന്ന ഇടം, അതാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് നിങ്ങള് ഇത് ഞാൻ ജസ്റ്റ് എക്സ്ട്രാ ഒന്ന് പറഞ്ഞു തന്നതാട്ടോ. ഇനി ഈ പേര് കേൾക്കുമ്പോ എന്താണ് എന്നുള്ളൊരു ഇത് വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുക ഇത്രേ ഉള്ളൂ. ആ ടേബിള് വൃത്തിയായിട്ട് പഠിക്കാം. അതായത് ഓരോ സോണിലും വരുന്നത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഇതിനകത്ത് ഒരെണ്ണം എടുത്തു തരും. ഇപ്പൊ സ്ക്രബ് റൂം ഈസ് കംസ് അണ്ടർ ഡാർക്ക് സോൺ. ഏത് സോൺ ആണെന്ന് ചോദിക്കും. എന്നിട്ട് ഓപ്ഷൻ അവിടെ തരും: പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ, ഡിസ്പോസൽ സോൺ. അപ്പൊ നമ്മൾ ഏത് എഴുതും? സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് ഈ സ്ക്രബ് റൂം വന്നേന്ന് മനസ്സിലാക്കി വെക്കണം. ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? എങ്ങനെയാ ചോദിക്കാന്ന് ആ ടേബിൾ അങ്ങോട്ട് പഠിച്ചു വെച്ചോ. ഇന്ന് തന്നെ ഇരുന്ന് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കട്ടോ. പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയാ, പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. ക്ലീൻ സോണ്, ക്ലീൻ സോണിൽ വരുന്ന ഏതാണെന്ന് നോക്കുക. ഓക്കെ. സ്ക്രബ് എന്ന് പറയുന്നത് നമ്മളത് പറഞ്ഞാണ്. സ്റ്റാഫ് ധരിക്കുന്ന പാന്റും ഷൂസുമായിട്ടുള്ള ഇതില്ലേ, അത് സ്ക്രബ്സ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഇത് സ്ക്രബ് റൂമാണ് കേട്ടോ. സ്ക്രബ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ വാഷ് ചെയ്യുന്നതിനാണ്. സ്ക്രബ് ചെയ്യാന്ന് ചൊരയ്ക്കുക എന്നുള്ളൊരു മീനിങ് കൂടി ഇല്ല. കൈയൊക്കെ വാഷ് ചെയ്യുന്നതിനുള്ള ഒരു റൂം, ഇതാണ് സ്ക്രബ് റൂം എന്ന് പറയുന്നത്. ഓക്കെ. അത്രയും കാര്യങ്ങൾ ഈ ടേബിൾ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കുക. ബാക്കി നാളെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് കുറച്ചേ എടുത്തിട്ടുള്ളൂ, കുറച്ച് ഏരിയ പോയിട്ടുള്ളൂ. നമുക്ക് ബാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓക്കെ, നെക്സ്റ്റ് മാം ജോയിൻ ചെയ്തു കേട്ടോ. ഓക്കെ, ബൈ.